27 മാർച്ചിന് എമ്പുരാൻ FDFS കണ്ട് എക്സൈറ്റഡ് ആയിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ കാണുന്നത് എമ്പുരാന്റെ മോശം റിവ്യൂസ് ആണ്. മിക്സഡ് റിവ്യൂസ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് സിനിമയെ തീർത്തും ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള റിവ്യൂസ് ആണ് ഞങ്ങൾ കൂടുതലും കണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ എന്തുകൊണ്ട് എമ്പുരാൻ എന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ആണിത്. ഇതൊരു പൊളിറ്റിക്കൽ സൈഡ് സംസാരിക്കാൻ വേണ്ടി വന്ന ഒരു വീഡിയോ അല്ല. എമ്പുരാൻ എന്ത് ഇഷ്ടപ്പെട്ടു, എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരു സ്പോയിലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ എമ്പുരാൻ കാണാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. സോ വെൽക്കം ടു ഇറ്റ്സ് ഓൾ അബൌട്ട് ആനിമി ആൻഡ് മൂവി. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും, ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും. സോ നമുക്ക് ആദ്യം നെഗറ്റീവ് തന്നെ തുടങ്ങാം. ഗോക്കു, നിനക്ക് ഇതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സിനിമയുടെ ഒരു തുടക്കമുണ്ട്, അതൊരു നമുക്ക് തരുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് പൃഥ്വിരാജിന്റെ സ്റ്റോറി വെച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് വെച്ചിട്ടുള്ള വലിയൊരു ആർക്ക് പോലെ റിവെഞ്ച് സ്റ്റോറിക്ക് വേണ്ടിയുള്ള ഇത് തുടങ്ങിയിട്ട് ലാസ്റ്റ് ആയപ്പോ ആ റിവെഞ്ച് വെറും പ്ലെയിൻ ആയിപ്പോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. മിക്കവാറും മിക്കവായിരിക്കും നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. സോറോക്ക് എന്തായിരുന്നു തോന്നിയിരുന്നത്? എനിക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഞാനിത് ലൂസിഫറിനെ നോട്ട് ചെയ്ത് തന്നെയാണ്. ഇപ്പോ ഒരു ക്യാരക്ടർ ഇപ്പൊ ആ സിനിമയിൽ തന്നെ ഒരു സീനിൽ ഒരു ഇമ്പാക്ട്ഫുൾ സീൻ കാണിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നെങ്കിൽ കൂടി ഈ നമ്മൾ TV സീരിയലിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും റിയാക്ഷൻ ഷോട്ട് കാണിക്കും. അതായത് ഇപ്പൊ ഒരു സീൻ കാണിക്കുമ്പോൾ ഇപ്പൊ അതിലുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ മഞ്ജു വാര്യറിന്റെ ഒരു ഷോട്ട് കാണിക്കും, ടൊവിനോയുടെ ഒരു ഷോട്ട് കാണിക്കും, നൈല ഹൗസിന്റെ ഒരു ഷോട്ട്, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഷോട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു അരോചകമായിട്ട് തോന്നും, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തീർത്തും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റിലും ഉണ്ട് ഇത്, ഇപ്പൊ ഇതിലും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എനിക്ക് അത്ര തൃപ്തി അതിൽ കിട്ടിയില്ല, ആ ഒരു സീനിൽ കിട്ടിയില്ല. അടുത്തതിലെങ്കിലും ഇത് ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു സീൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരു നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അതില് മഞ്ജു വാര്യറെ ചേസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. ആ സീനിൽ ഒരു നല്ലൊരു മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഹൈപ്പ്, ആ ഒരു ഹൈപ്പ് തന്നിട്ട് മഞ്ജു വാര്യർ വീഴുന്ന സീൻ ആകുമ്പോൾ ഒറ്റക്കട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവണേണ്. സാധാരണ നമുക്ക് അങ്ങനത്തെ ഒരു ബ്രേക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അതൊരു വലിയൊരു രീതിയിൽ കാണും. പക്ഷെ ആ ബ്രേക്കിൽ ആ ഒരു ഇമ്പാക്ട്, അതുപോലെ തന്നെ ആ ഫൈറ്റ് സീനിലും മോഹൻലാൽ ആ ഫൈറ്റ് സീനിലും ആ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്ര നേരം ബിൽഡപ്പ് വന്നിട്ട് ഒറ്റ ബ്രേക്ക്, അന്ന് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ഹൈപ്പ് നമുക്ക് കിട്ടുന്നില്ല. മൊത്തം ഫൈറ്റിന്റെ ഒരു ഇമ്പാക്ട് മ്യൂസിക് പെട്ടെന്ന് കട്ടാവുമ്പോ നമുക്ക് കൈയടിക്കണോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ സീനായി പോകും നമുക്കത്. അതുപോലെ തന്നെ എനിക്ക് വേറെ സ്ട്രൈക്ക് ആയതാണ്, അത്രയും ബിൽഡപ്പിലാണ് ടൊവിനോയുടെ ക്യാരക്ടറിന് ജിതിൻ രാംദാസ് ആ പുള്ളിയുടെ ക്യാരക്ടറിന് അത്രയും ബിൽഡപ്പിലാണ് ഫസ്റ്റില് നിർത്തിയിരിക്കുന്നത്. ബട്ട് ഇതിലേക്ക് വരുമ്പോ പുള്ളി തീർത്തും ഫ്ലാറ്റ് ആണ്. പുള്ളിയുടെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പുള്ളി വെറുതെ നമ്മൾ ടിപ്പിക്കൽ ഒരു മാസ് മസാല സിനിമയിൽ കാണുന്ന പോലെ ഒരു വില്ലൻ. ഫസ്റ്റില് നമ്മുടെ വിവേക് ഒബ്രോയ് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ ക്യാരക്ടർ അത് ബിൽഡ് ചെയ്തൊക്കെ തന്നെ അടിപൊളിയാണ്. ഇതിൽ പുള്ളിക്ക് ടൊവിനോക്ക് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് വരിക, കുറച്ച് വില്ലനിസം കാണിക്കുക, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഈ സിനിമയിൽ ടൊവിനോയുടെ ക്യാരക്ടറിന് ചെയ്യാനുണ്ടായിരുന്നില്ല. ടൊവിനോ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഡിഫറൻസും ഈ സിനിമയിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. വേറെ ഏതാണ് എനിക്ക് തോന്നിയത് നെഗറ്റീവായിട്ട്? പിന്നെ ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ വന്നൊരു സീനുണ്ട്, ആന്റണി പെരുമ്പാവൂറിന്റെ സീൻ. എന്താണ് ഞങ്ങൾ അതുവരെയും ഒരു ഹൈപ്പിൽ നിന്നിട്ട് ആ ഒരു ക്യാരക്ടറിന് അത്രയും വലിയൊരു ഹൈപ്പ് തന്നിട്ട് ആന്റണി പെരുമ്പാവൂരെ കാണിക്കുമ്പോ തിയേറ്ററിൽ നിന്ന് ചിരിക്കുകയാണ്. എനിക്കുണ്ടല്ലോ, ഞാനത് തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതല്ലോ, നമ്മുടെ ചട്ടമ്പിനാട് സിനിമയില് അതില് ആ ദശമൂലം താമം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് സുരാജേട്ടൻ ചെയ്തത്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവര് ആ ബിൽഡപ്പ് ഒക്കെ ഉണ്ട്, അടിപൊളി ബിൽഡപ്പാണ് പുള്ളി കൊടുക്കുന്നത് ദശമൂലം താമം എന്നുള്ള രീതിയിൽ. ബസ്സിൽ നിന്ന് പുള്ളി ദാമു ഇറങ്ങിയിട്ടുണ്ട് ജയിലിൽ നിന്ന്, അവനെ നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ സിദ്ദീഖിനെ കൂടുതലുള്ള ക്യാരക്ടർ പറയുമല്ലോ. ബസ്സിൽ നിന്ന് പുള്ളി ഇറങ്ങുന്നവരെയൊക്കെ കാണിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ച് മുഖം ഇങ്ങനെ കാണിക്കുമ്പോ കാണുന്നത് സുരാജേട്ടനാണ്. നമുക്ക് അവിടെ ഒരു ചിരി വരില്ലേ, അതേ ഇമ്പാക്ട് ആയിരുന്നു ഈ പുള്ളിയെ കാണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. അത്രയും ബിൽഡപ്പ് ഉള്ള, ഇപ്പൊ മിക്കവാറും തേർഡിൽ ഈ ക്യാരക്ടറിന് കുറച്ച് റോൾ ഉണ്ടാവും തോന്നുന്നു. പക്ഷെ അത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ആളെ കൊണ്ടുവന്ന് ഇട്ടിട്ട്
നശിപ്പിച്ചത് എനിക്ക് അത്ര തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. തിയേറ്ററിൽ എല്ലാരും ഇരുന്ന് ചിരിക്കുമ്പോ ഞങ്ങൾക്ക് സിനിമ സങ്കടം തന്നെയായിരുന്നു. കാരണം അത്രക്ക് കൊണ്ടുവന്നിട്ട് ആ പെട്ടെന്ന് ആ സിനിമ ഡൗൺ ആവണേണ്. എനിക്ക് സങ്കടം വരുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നു. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇത് പുള്ളിയെ കൊണ്ടുവന്നാൽ കൈയടിക്കും എന്നുള്ളതൊക്കെ ഒരു 10% കൈയടിക്കുമായിരിക്കും. പക്ഷെ ബാക്കി 90% ചിരിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം പുള്ളിയെ നമുക്ക് അറിയാം, ഒരു ഫൺ ക്യാരക്ടറാണ് പുള്ളി. ദൃശ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, ആ ഒരു സല്യൂട്ട് ഉണ്ട്. അവിടെ മുതൽ നമ്മൾ പുള്ളി വന്നു കഴിഞ്ഞാൽ ഫണ്ണാണ്, ചിരിക്കാന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ പുള്ളിയെ. ആ പുള്ളിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയൊരു ക്യാരക്ടർ കൊടുത്തിട്ട് അതും റിവീൽ ചെയ്യുന്ന രീതിയൊക്കെ കാണണം. എന്തോ വലിയൊരു വില്ലനൊക്കെ റിവീൽ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് കാണിക്കുമ്പോൾ ആരാണ്? ആന്റണി പെരുമ്പാവൂർ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും ശരിയായിരുന്നു, സത്യം പറഞ്ഞ എല്ലാരും ശരിയായിരുന്നു. നിനക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നെഗറ്റീവായിട്ട് പറയാനായിട്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഇപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നമ്മൾ ലൂസിഫർ ഫസ്റ്റിൽ കണ്ടിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, സായികുമാറിന്റെ ക്യാരക്ടർ, സായികുമാറിന്റെ പിന്നെ ഉണ്ട്. ഇപ്പൊ നന്ദുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഇപ്പോ നമ്മുടെ നൈല ഉഷ പുള്ളിക്കാരന്റെ ഹസ്ബൻഡില്ലേ, പുള്ളിക്കാരന്റെ പേര് എനിക്കറിയില്ല, അവരെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഇവർക്കെല്ലാം ഒരു റോൾ അതിൽ പ്ലേ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോ അവർക്ക് ആർക്കും ഒരു റോളില്ല, വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് പറയുമ്പോൾ നമുക്ക് NDT അവരൊരു ചാനലില്ല, NDTV. ആ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ലൂസിഫർ സിനിമയില് നല്ലൊരു ഇമ്പാക്ട് തന്നെയായിരുന്നു. കാരണം ഒരു ചാനൽ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാണിച്ചു. പക്ഷെ ഇതിൽ വന്നിട്ട് അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ല, കാരണം ഇതൊരു പോസിറ്റീവ് കൂടി പറയാവുന്ന കാര്യം കൂടിയാണ്. ഇത് നമ്മൾ പോസിറ്റീവ് സൈഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയും, ഞങ്ങൾ പോസിറ്റീവ് പറയുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയും. പക്ഷെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർ വെറുതെ പ്ലെയിൻ കഥാപാത്രങ്ങൾ വെറുതെ വന്ന് ഒരു സ്ക്രീൻ പ്രസൻസ് പോലും ഇല്ലാണ്ട് വെറുതെ വന്ന് പോകുന്നു. ആ ഒരു ആൾക്കാരെ തികയ്ക്കാൻ വേണ്ടി, കാരണം ഇവരൊക്കെ ഫസ്റ്റിലുണ്ടായിരുന്നു, ഇപ്പൊ സെക്കൻഡിലും ഇവരൊക്കെ ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലായി പോയി എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം ഇവർക്കൊന്നും സ്ക്രീനിലൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ഇതായി പോയി. ഇത്രയാണ് ഞങ്ങൾക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത്. വേറെ ഉണ്ടോന്ന് ഇപ്പൊ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലേക്ക് കടക്കാം. ഗോകു, പോസിറ്റീവായിട്ട് നിനക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ആദ്യത്തെ കാര്യം എന്താ? ആദ്യത്തെ കാര്യം തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമും ഇപ്പൊ എന്താ പറയാ, നമുക്കിപ്പോ ഒരു കാണുമ്പോൾ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയൂലേ, ആ ഒരു രീതിയാണ് ഈ സിനിമ മൊത്തം ഉള്ളത്. നമ്മൊരു മലയാള സിനിമ പോട്ടെ, ഒരു ഇന്ത്യൻ സിനിമയാണ് നമുക്ക് കാണുന്നതെന്ന് നമ്മൾ ഇടയ്ക്ക് വെച്ച് മറന്നു. ഒരു ഫോറിൻ മൂവി, ഒരു ഹോളിവുഡ് മൂവിയാണ് നമുക്ക് കാണുന്നെന്നുള്ളൊരു രീതിയിലാക്കി കളയും. അതും ആ ഒരു ലാലേട്ടന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്, അത് ഗംഭീരമായിട്ടാണ് ചെയ്തിരുന്നത്. ആ ഹെലികോപ്റ്റർ വരുന്ന ഒരു സീനിലെ ഹെലികോപ്റ്ററിൽ ഗണ്ണിൽ ഓടുന്ന ഒരു ഷോട്ട് കാണിക്കും. VFX ആണ്, പക്ഷെ അത് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ VFX ആ ഒരു അനിമേഷൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള ഒരു ഗുജറാത്തിലെ 2002 നടന്നൊരു കലാപത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ആ ട്രെയിൻ കത്തുന്നുള്ള സീൻ വെച്ചു. പക്ഷെ അത് കാണിക്കുമ്പോൾ ട്രെയിനാണ്, ഒരു ട്രെയിൻ മൊത്തം കത്തുന്ന ഒരു സീനാണ്. അത് കത്തുമ്പോ നമുക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. കാരണം അത് നമുക്ക് ലൈവായിട്ട് എങ്ങനെ ഇപ്പൊ ഈ അനിമേഷൻ അല്ലാതെ റിയൽ ആയിട്ട് എങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തുണ്ടാവും, അത് തന്നെയാണ് ആ എഫക്റ്റ് തന്നിരിക്കുന്നത്. അങ്ങനെ വെച്ച് സിനിമ തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീനും ഇതുപോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്, അതും അതെ, ആ ഒരു എന്താ പറയാ, ഒരു അറ്റാക്ക് നടക്കുന്ന ഒരു സീൻ കാണിക്കും. അപ്പോ അതില് അതായത് മെയിൻ വില്ലനെ റിവീൽ ചെയ്യുന്ന ഒരു സീനാണ് അത്. ആ സമയത്ത് തന്നെയുള്ള നടക്കുന്നത് 2002 തന്നെ നടക്കുന്നതല്ല കാണിക്കുന്നത്. അവിടെ നടക്കുന്ന കുറച്ച് ക്രൂരതകൾ ഇങ്ങനെ കാണിക്കും. അത് അവര് ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയുണ്ട്. എല്ലാം നമുക്ക് ടോട്ടലി നമുക്ക് മനസ്സിലാവും. ക്ലോസ് ടു റിയാലിറ്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടുന്ന് തുടങ്ങിയ ആ ഒരു ഇമ്പാക്ട് പിന്നെ നമുക്ക് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ, ക്ലൈമാക്സ് എന്നല്ല, സെക്കൻഡ് ഹാഫ് പകുതി ആകുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു ഇടിവ് വരും. സ്റ്റിൽ നമ്മൾ ആ തുടങ്ങി വെച്ച ഒരു സാധനം നമുക്ക് അവസാനിക്കുന്നവരെ ഒരു തരത്തിൽ, ഒരു പരിധി വരെ അവസാനിക്കുന്നവരെ തരാൻ പുള്ളിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ആക്ടർ ആയിട്ടല്ല ഡയറക്ടർ, ഇപ്പോ ഈ നടന്ന ഇന്റർവ്യൂസിലാണെങ്കിലും ശരി, പ്രമോഷന് പോയിരുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ശരി, പുള്ളി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യമല്ല, പുള്ളി പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സിനിമയിൽ ഡെലിവറി ചെയ്തിട്ടുള്ളത്. പുള്ളി എന്താണോ പറഞ്ഞത്, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ സ്ക്രീൻ ടൈം കുറവായിരിക്കും,
ഇത്ര ടൈമിൽ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ സീനിലും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സീനിലും ലാലേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടന് ആ ഒരു സ്ക്രീൻ പ്രസൻസ് കുറയും. പിന്നെ ആ സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല, ആ ക്യാരക്ടർ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം നിർത്തിയ ഒരു പോയിന്റില് ഈ നെഗറ്റീവ് പറഞ്ഞപ്പോ ഒരു പോയിന്റ് നിർത്തിയില്ല, ക്യാരക്ടേഴ്സിന്റെ കാര്യം. ഗോകു, നീ അത് പറ. അത് കാരണം ആ ഫസ്റ്റിലുണ്ടായ ക്യാരക്ടേഴ്സ് എല്ലാം, ഈ ലൂസിഫറിലുള്ള ക്യാരക്ടർ എല്ലാം സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിന്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ പുള്ളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എല്ലാ ക്യാരക്ടറും ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എമ്പുരാനിലോട്ട് വരുമ്പോൾ അവിടെ മാറുകയാണ്. കേരളത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥാപാത്രമല്ല. പിന്നെ ഉള്ളത് ഈ ഖുറേഷി എബ്രഹാം, അദ്ദേഹത്തിന്റെ യൂണിവേഴ്സും. അതിൽ പുള്ളിയുടെ ലോകത്ത് ഇവരാരുമല്ല. പിന്നൊരു പോസിറ്റീവ് ഈ സിനിമയുടെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് എന്നാണോ എനിക്ക് അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മഞ്ജു വാര്യറിന്റെ ആണ്. പുള്ളിക്കാരത്തി എന്താ പറയാ, വിവേക് ഒബ്രോയി കൊടുത്ത ഒരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ട് എന്താ പറയാ, പുള്ളിക്കാരത്തിയുടെ ആ സ്ട്രഗിൾ പീരീഡ് കഴിഞ്ഞു. പുള്ളിക്കാരത്തി ഇനി എന്താ പറയാ ലീഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്തിക്ക് ഇതിലുള്ളത്. കുറച്ചെങ്കിലും ക്യാരക്ടർ ബിൽഡിംഗ് ഉണ്ടായിരുന്നത് മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനാണ് അല്ലേ? കാരണം ആ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ഉള്ള ഒരു സാധനം കാണിക്കില്ല, അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി ആ മേക്ക് ചെയ്തേക്കുന്നതാണെങ്കിലും ശരി, ക്യാരക്ടർ മേക്കിംഗ് ആണെങ്കിലും ശരി, അടിപൊളിയായിരുന്നു. കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പുള്ളിക്കാരത്തി ഓക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. ആർക്കാണെങ്കിലും അടിപൊളിയായിരുന്നു. അത് തേർഡ് പാർട്ടിലേക്ക് എന്തുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് അറിയില്ല, പക്ഷെ ഇതുവരെ പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്കൊരു പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത്. വേറെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയാം. പിന്നെ എനിക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ വില്ലനായ അഭിമന്യു സിംഗിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹം ഒരു വില്ലനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇദ്ദേഹം വില്ലനാണെന്ന് നമുക്ക് തോന്നിക്കണം. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ട്. കാരണം ഫസ്റ്റത്തെ ഇങ്ങനത്തെ ഒരു മതത്തിൻ്റെതായിട്ട് കാണിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് കറന്റ് ഏജിലോട്ട് കാണിക്കുമ്പോഴും ഉള്ള ഒരു രണ്ട് ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന സീനിലും അത് നമുക്കൊരു ഇപ്പോഴും പുള്ളി ആ ഒരു ഗുണ്ടായിസം വിട്ടെങ്കിലും പുള്ളി വില്ലൻ തന്നെയാണെന്ന് കാണിക്കാനായിട്ട്. പക്ഷെ ആ സെക്കൻഡ് എൻട്രി അടിപൊളിയായിട്ടാണ്. കാരണം ആൾക്കാർക്ക് തരുന്ന നമുക്കൊരു ഇമ്പാക്ട് ഉണ്ട്. കാരണം വില്ലനാണ്, എന്ത് വില്ലൻ, നായകനായിട്ട് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു വില്ലൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയും ജയിലറിലെ ക്യാരക്ടർ, ജയിലറിലെ വില്ലനായിട്ട് നമ്മളെ വിനായകന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് ഏത് സമയം കൊല്ലാൻ പറ്റുന്ന ഒരു വില്ലനാണ്. അതെ. പക്ഷെ അദ്ദേഹം ആ രജനീകാന്തിനായിട്ടൊരു നിൽക്കുന്ന ഒരു സീനുണ്ട്, രജനീകാന്തിന് പറ്റിയ വില്ലനാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ മോഹൻലാൽ എപ്പോ വേണമെങ്കിലും കൊല്ലാവുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ പുള്ളി അവിടെ തരുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അതാണ് ഈ സിനിമയിൽ എനിക്ക് അടുത്ത പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ വേറൊരു കുഞ്ഞി പോസിറ്റീവ് ഉണ്ട്. അത് കുറെ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ചോദിച്ച എന്റെ ഫ്രണ്ട്സിനൊന്നും ആ ക്യാരക്ടറിനെ അങ്ങനെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ജെറോം ഫ്ലിൻ ഇല്ലേ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആ ക്യാരക്ടർ, പുള്ളിക്കാരനെ കൊണ്ടുവന്നു. പുള്ളിക്കാരന് ഒരു റോള് കൊടുത്തു, ഇന്ന ക്യാരക്ടറാണ്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്, ഇത്രേ ഉള്ളൂ. അതായത് ഇത്ര വരെ നിങ്ങൾക്ക് ഉള്ള റോള് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പുള്ളി വന്നു, അഭിനയിച്ചു. പുള്ളിക്ക് ചെയ്യേണ്ട റോളുകളെല്ലാം പുള്ളി ചെയ്തു. ഒരു ചെറിയൊരു കീ റോളാണ് പുള്ളിക്ക് ഇതിലുള്ളത്. പുള്ളി അത് ചെയ്തു, അഭിനയിച്ചു, പോയി, ഇത്രേ ഉള്ളൂ. ആ ഒരു രീതിയിൽ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്, കാരലിൻ എന്നാണ് ആ പുള്ളിക്കാരുടെ പേര്. ആ പുള്ളിക്കാരുടെ ക്യാരക്ടർ അടിപൊളിയാണ്. അത് ഇനിയും തേർഡിൽ വേണമെങ്കിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അടിപൊളി ക്യാരക്ടറാണ് പുള്ളിക്കാരത്തില. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ടോട്ടലി ഈ സിനിമ സംസാരിക്കുന്നത് കേച്ചിന്റെ വേൾഡാണ്, അതായത് ഖുറൈശി എബ്രഹാമിന്റെ വേൾഡാണ് സംസാരിക്കുന്നത്. സോ ഇതില് പൃഥ്വിരാജ് എന്താണോ പറഞ്ഞത്, പൃഥ്വിരാജ് പറഞ്ഞത് ഇതിലിപ്പോ കേച്ചിന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാരും സംസാരിക്കുന്നത് ഒരു ബേസിക് സ്റ്റോറി സിനിമയ്ക്കില്ല, അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഈ സിനിമ തരേണ്ട ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സിനിമ തരേണ്ട ഒരു എന്താ പറയാ ഒരു ഓസം ഫീൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടും എന്താണെന്നുള്ള ഒരു സിനിമ എന്തായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിനാണ് ഞങ്ങൾ പോയത്. ഈവൻ ഞങ്ങൾ പ്രഡിക്ട് ചെയ്തു കഥ അതെന്താന്ന് പ്രഡിക്ട് ചെയ്തു. എന്നിട്ടും നമുക്ക് കിട്ടുന്ന ഗൂസ്ബം മൂവ്മെന്റ്സ് ഇല്ലേ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടി. ഗൂസ്ബം മൂവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോ ലാലേട്ടന്റെ ഒരു റീ എൻട്രി ഉണ്ട്. എന്റെ മോനെ, പുള്ളി പറഞ്ഞിരുന്ന മുണ്ടുടി കൊടുത്തുള്ള ഒരു സീൻ ഉണ്ടാവില്ലെന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ അത് നല്ലൊരു സർപ്രൈസ് സീനായിരുന്നു അത് നമുക്ക്. കാരണം അത്ര അടിപൊളിയായിട്ടാണ് പുള്ളിനെ കാണിച്ചിരിക്കുന്നത്, പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ എന്താണ് എന്താ പറയുക, നമ്മൾ ഫസ്റ്റിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തേക്കാണ്. കുറച്ചുകൂടി മാസ് എലമെന്റ്സ് കൂട്ടിയിട്ട് കുറച്ചുകൂടി റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റില് ഒരു തമിഴ് സോങ് ഇടും, അതേ തമിഴ് സോങ് തന്നെയാണ് ഇതിലും കൊണ്ടു ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പുള്ളിയെ റിവീൽ ചെയ്യുന്ന ഒരു സീനുണ്ട്, അടിപൊളിയായിരുന്നു. അതെനിക്ക് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പാക്ട് ചെയ്തിയ ഒരു സീൻ അതായിരുന്നു. വേറെ ഏതാ പോസിറ്റീവ് ആയിട്ട്? പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം എന്ന് പറഞ്ഞ സീനുണ്ട്. ഇതിനകത്ത് 2 തവണ മോഹൻലാലിന്റെ ക്യാരക്ടറെ പറ്റി ചോദിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എല്ല് എന്നുള്ളൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. എല്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് രണ്ടും കാണിച്ചിരിക്കുന്ന രീതി എനിക്ക് എന്തോ ഫസ്റ്റ് ഹാഫ് നിർത്തുമ്പോഴാണ് ഒരു കുരിശ് തവണ താഴെ വീണിട്ട് അത് എല്ലായി മാറുന്നതും, പിന്നെ രണ്ടാമത് പോലീസുകാർ വന്നിട്ട് മഞ്ജുവാരി ചോദിക്കുന്നുണ്ട് ആരാണ് മാം വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മരം കത്ത് പിടിച്ചിട്ട് അത് വന്ന് വീണിട്ട് ഒരു എല്ല് പോലെ ആവുന്നു. ആ 2 സീൻ അടിപൊളി സീനായിരുന്നു. അതൊക്കെ ഫോണിൽ കണ്ട എഫക്ട് കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് തിയേറ്ററിൽ നിന്ന് അത്രയും ക്രൗഡിന്റെ ഇടയിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ സിനിമ എന്തുകൊണ്ടാണ് ഇത്ര നെഗറ്റീവ് സൈഡ് ഇത്രയും നെഗറ്റീവ് അടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് എന്താണോ അത് തന്നെയാണ് പൃഥ്വിരാജ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. സോ ഞാൻ അതിൽ ഹാപ്പിയാണ്. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും 48 മണിക്കൂർ കൊണ്ടാണ് എമ്പുരാൻ 100 കോടി അടിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ എല്ലാ റെക്കോർഡുകളും വെട്ടിച്ച്. എനിക്കിപ്പോ മെയിൻ ആയിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട ഒരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നത് ലിയോ ആയിരുന്നു, 12 കോടി എന്നുള്ളത്. അത് നമുക്ക് മലയാളികൾക്ക് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ ആ റെക്കോർഡ് വെട്ടിച്ച്. ഇനി കുറച്ച് കഷ്ടപ്പെടും ആൾക്കാർക്ക് ആ റെക്കോർഡൊക്കെ തകർക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ വേണ്ടി വന്നത് ഇവിടെ. സോ ഞങ്ങൾ ഇന്നിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.